ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ഗ്ലാസ്സിൽ കയറിയിരുന്നു കേട്ടോ. നമ്മുടെ 1/2 കിലോ കേക്ക് മുറിച്ചേണ്ട ഒരു ഇത് നടത്തിയില്ലായിരുന്നോ 10 കേടെ. അതിലെനിക്ക് ഇട്ട ആൾക്കാരുടെ കമൻസിൽ ഇട്ടവരുടെ എല്ലാവരുടെയും പേര് ഞാൻ വായിക്കുന്നുണ്ട്. 1 മണി വരെ ഉള്ളവരുടെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ കമൻസ് ഇട്ടവരുടെ പേരെല്ലാം വായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുക്കളയിലെ വിശേഷങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നേരമൊക്കെ വെളുത്ത് 6 മണി കഴിഞ്ഞു, 6:15. മോനിന്ന് ഓഫീസിലോട്ട് പോവാണ്. ഇനി വെള്ളിയാഴ്ച വരും, ഫ്രൈഡേ വരുന്ന വെള്ളിയാഴ്ച വരും. എന്നിട്ട് തിങ്കളാഴ്ച ഇങ്ങനെ രാവിലെ വെളുപ്പിനെ പോകും. എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ജോലി ചെയ്യുന്നതെന്ന്. അപ്പോൾ പറയടാ മോനെ, പോയിട്ട് വരാം. പോകുന്നതിന് മുമ്പ് എല്ലാവരെയും കണ്ടിട്ടേ പോത്തുള്ളൂ. അവരെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഇക്രു, നീലു, പക്രു അപ്പുറത്താട്ടോ, അപ്പുറത്ത് കിടക്കുവാണ്. നീലു നിക്കിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതൊക്കെ പോയാൽ മതി കേട്ടോ. ആ ശരി മോനെ, ഓക്കെ. അങ്ങനെ അവൻ ഓഫീസിലോട്ട് പോയി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെറിയ ആളിനെ വിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാണിച്ചില്ലല്ലോ പുതിയ കൂട്ടുകാരിയൊന്നും അല്ലേ. നമ്മുടെ മീനച്ചിലാറിൻ്റെ ഇവിടെ ഒന്നും കാണിച്ചില്ലല്ലോ. ഉണ്ടോ, നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴേ മീനച്ചിലാറാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വെള്ളമൊന്നും കയറത്തില്ല കേട്ടോ. 2018 വെള്ളം മാത്രം നമുക്ക് കയറി വന്നു കേട്ടോ. ഇതാണ് നമ്മുടെ രാവിലത്തെ കാഴ്ചകൾ ഇവിടുത്തെ. കൊച്ചിന്ന് പോകേണ്ടതുകൊണ്ടാണ് വെളുപ്പിനെ നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. ബാക്കി അല്ലാത്തപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്താൽ മതിയല്ലോ. ഇന്നിപ്പോൾ 2ാമത്തെ ആൾക്ക് കോളേജ് തുറന്നു. 10 ദിവസം അവർക്ക് ലീവായിരുന്നു. അപ്പോൾ ഇനി അവന് എല്ലാം വെക്കാൻ പോവാം. ഇവന് ആഹാരമൊന്നും കൊണ്ടുപോകണ്ട, അവിടെ മെസ്സിൽ നിന്നാണ് മൂത്തയാൾക്ക്. അതുകൊണ്ട് ഒരു പാല് മാത്രം കുടിച്ചുകൊണ്ട് അവൻ പോകത്തുള്ളൂ. അപ്പോൾ ഇനി ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ നിക്കിയുടെ നീലുവിൻ്റെയൊക്കെ വീട് കണ്ട. ഇന്നലെ ഒക്കെ രാവിലെ ദോശ കേട്ടോ. ദോശ എന്ന് പറഞ്ഞാൽ കൊച്ചിന് ആദ്യം ചുട്ട് അവന് കോളേജിൽ വിട്ടിട്ട് ഞാൻ ഞങ്ങൾക്കുള്ള ചുടത്തുള്ളൂ. ഇന്ന് സാമ്പാറാണ് ദോശയ്ക്ക്. സാമ്പാറിന് നമുക്ക് പരിപ്പ് ആവശ്യത്തിന്, പിന്നെന്താ സബോള, പച്ചമുളക്, ഇതെല്ലാം മാത്രം ആകെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം വേകാനുള്ള വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ വേഗം വെക്കുമ്പോഴേ ശകലം വെളിച്ചെണ്ണ ഒരു ശകലം ഒഴിച്ചാലുണ്ടല്ലോ ഇത് ചീറ്റത്തില്ല കേട്ടോ, പുറത്തൊന്നും ആവത്തില്ല. പിന്നെ നമ്മുടെ കപ്പളത്തേന്ന് ചെറിയ കപ്പളമുണ്ട്, ചെറിയ കപ്പളത്തേന്ന് ഇത് ഇത്രയുള്ള കപ്പളങ്ങ കിട്ടും. അപ്പോൾ അതൊരെണ്ണം എടുത്ത് ഒരു തക്കാളി. നമുക്കിത് മതി സാമ്പാറിന്. ചിലർ പറയത്തില്ല എനിക്ക് മുരിങ്ങയ്ക്ക ഇല്ലാതെ സാമ്പാർ വെക്കാൻ പറ്റത്തില്ല, ഇത് വെണ്ടയ്ക്ക ഇല്ലാതെ സാമ്പാർ വെക്കാൻ. ഇതൊൻ്റെ ഒന്നും ആവശ്യമില്ല. സാമ്പാർ കഷ്ണം ഒന്നും ഇല്ലെങ്കിലും നല്ല രുചികരമായ സാമ്പാർ നമുക്ക് വെക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇത് 2 കഷ്ണം ഇട്ടാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത്. അപ്പം മറ്റേ പരിപ്പെല്ലാം വെന്തതിന് ശേഷം ഇതരിഞ്ഞ് അതിനകത്തോട്ടിട്ട് ഒരു വിസിലടുപ്പിക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞ് ഇതായിപ്പോത്തില്ലേ, ഒറ്റ വിസിൽ. അപ്പോൾ ഇതരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയും കപ്പളങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. പരിപ്പും സബോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. അതിനകത്തോട്ട് ഇതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചോ വേവിക്കാം. അടുത്ത ആൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അവൻ എന്നോട് ചോദിക്കുക കോളേജിൽ പോകുന്നതിന് അമ്മയ്ക്ക് വിഷമമുണ്ടോന്ന്. സാധനമാണെന്ന് ഓർത്ത. അപ്പോൾ ഇവിടെ ഇരുന്നാളാ ഞാൻ പറയണം. അതിനാണ് നമ്മൾ പറയുമോ. റെഡിയാ. അപ്പം അങ്ങനെ നമ്മുടെ ഇളയ സന്താനം കോളേജിലോട്ട് പോകാൻ പോകുന്നു. ചേട്ടൻ നാഗമ്പടം വരെ കൊണ്ടുവിടും. അവിടുന്ന് ഇവരുടെ
കോളേജ് ബസ് ഉണ്ട് കേട്ടോ. പുതിയ ആൾക്കാർ കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത്. ടാറ്റ മോനെ, ടാറ്റ. ഓക്കെ. പാവം പിള്ളേരല്ലേ, ശരിക്കും പറഞ്ഞാൽ പിള്ളേരെല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ട് അതുങ്ങളെ വിടുന്നു. എല്ലാവരും നല്ലതായിട്ട് പഠിച്ച് ജോലിയെല്ലാം മേടിക്കാൻ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കാം. നമ്മളല്ല എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പം നമ്മൾ പതുപോലെ ഇനി ബാക്കി ജോലിയിലോട്ട് പോകാവേ. അപ്പം നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു. മൂത്തയാൾ ഓഫീസിലോട്ട് പോയി. രണ്ടാമത്തെ ആളെ ചേട്ടൻ നാമ്പടം വരെ കൊണ്ടുവിട്ട് അവന് കോളേജ് ബസ് നാമ്പടത്ത് വരുവേ. അപ്പൊ അവരുടെ അതേ കയറി അവൻ പോകും. അവിടം വരെ ചേട്ടൻ കൊണ്ടുവിട്ട് ചേട്ടൻ വന്നു. അപ്പൊ അവരുടെ രണ്ടിന്റെ ഇത് കഴിഞ്ഞു. ബാക്കി ഇനി നമുക്ക് അവർക്കുള്ള ഇതൊക്കെയല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾക്കുള്ള ദോശ ഇനി ഉണ്ടാക്കണം. സാമ്പാർ നമ്മള് കഷ്ണം വേവിച്ച് വെച്ചവരെ പറഞ്ഞായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിള്ളേരുടെ പുറകെ പോയി. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ വെക്കുന്ന കാണിക്കണേ ചേച്ചീന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഒത്തിരി കമന്റ് വരുന്നോണ്ട് പേരാരുടെ ഞാൻ നോക്കുന്നില്ല കേട്ടോ. ആരാണേലും എന്റെ സാമ്പാർ വെക്കുന്ന കാണണം. എല്ലാവർക്കും സാമ്പാറൊക്കെ വെക്കാൻ അറിയാം. എന്റെ സാമ്പാർ വെക്കുന്ന കാണണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞങ്ങളിവിടെ വാങ്ങിക്കുന്ന സാമ്പാർ പൊടി ഇതാട്ടോ, ബ്രാഹ്മിൻസിന്റെ ആണ്. ഇതുകൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പൊ അബിത അത് ആ മോള് എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു സാമ്പാർ പൊടി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാന്ന് എന്നോട് പറഞ്ഞു. ഇതുവരെയും കണ്ടില്ല. അപ്പൊ ഇത് കാണുവാണെങ്കിൽ ഉടനെ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി ഒന്ന് കാണിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കും. അപ്പൊ ഇതാണ്. ഇതിനെ നമുക്ക് പൊട്ടിച്ചിടാവേ. പൊട്ടിച്ചെടുത്തോട്ടാ. അപ്പൊ നമ്മുടെ സാമ്പാർ പൊടി നമുക്ക് വേറൊരു ചരുവത്തിച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കലക്കിയിട്ട് വേണം ഒഴിക്കാനേ. ഒരു 4 സ്പൂൺ ഞാൻ ഇടും കേട്ടോ. ഈ സ്പൂണിന് 4 സ്പൂൺ ഇടും. കാരണം അത് നേരിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കട്ട കെട്ടത്തില്ല. പിന്നെ എന്റെ ചേട്ടന് ഇച്ചിരി കൂടെ കായപ്പൊടിയും കൂടെ വേണം. കായം മുമ്പോട്ട് നിൽക്കുന്ന സാമ്പാറാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഈ പൊടിയിലോട്ട് തന്നെ ഇച്ചിരി ചൂടാക്കാം. ഇതല്ലേ? അപ്പം അന്നേരം കായപ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇടുന്നു. അപ്പൊ ഇത് അങ്ങോട്ട് നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളംപുളി, അതുകൂടെ പിഴിഞ്ഞൊഴിക്കുന്നു. ആവശ്യത്തിന് വെള്ളവും ചേർക്കുന്നു. ഇവിടെ ചോറിനാണെങ്കിലല്ലേ നമുക്ക് നീട്ടിയുള്ള സാമ്പാർ. ഇഡലിക്ക് ദോശയ്ക്കും ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കുറുക്കി വെക്കുന്നത്. ഇതിപ്പോ ദോശക്കല്ലേ, അതുകൊണ്ട് ഇച്ചിരി കുറുക്കി വെക്കുന്നു. അപ്പൊ നമ്മ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കി പുളിയും പിഴിഞ്ഞൊഴിച്ച് കറിവേപ്പിലൊക്കെ ഇടണം. വാളംപുളി പിഴിഞ്ഞൊഴിക്കണം. നോക്കിയാലോ ചേട്ടനെ അതിനിടയ്ക്ക് ചെറിയൊരു ചിങ്കിടിപ്പണിയില്ല. അങ്ങോട്ട് നോക്കിക്കേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചിങ്കിടിപ്പണികളുണ്ട് കേട്ടോ. ബുള്ളറ്റില് പുതിയ ബാഗ് മേടിച്ചു ബുള്ളറ്റ് വെക്കാനായിട്ട്. അത് പുതിയ ബാഗ് വാങ്ങിച്ചായിരുന്നേ. ബുള്ളറ്റിൽ വെക്കാൻ പുതിയ ബാഗ് വാങ്ങിച്ചായിരുന്നു. അപ്പൊ അത് സൈലൻസറെ കൊണ്ട് അടിഭാഗം ഉരുകുന്നു. അപ്പൊ അവനൊരു ചെറിയൊരു പണി ചെയ്യാനായിട്ടാ. വലിയ ഇഷ്ട ഇങ്ങനത്തെ പണികളൊക്കെ. കൈ നോക്കണേ. അപ്പൊ അതിന്റെ ചൂട് കൊണ്ടേ ബുള്ളറ്റ് ഇരിക്കുമ്പോ അതിന്റെ ചൂട് കൊണ്ട് അടിഭാഗം ഉരുകുന്നു. അതിന് വേറെ ഡെക്കറേഷനൊക്കെ ചെയ്യുക ഇവിടെ. നമ്മൾ വല്ല സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വല്ല സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കണമെങ്കിൽ ബുള്ളറ്റുമായിട്ട് ചന്തയിലൊക്കെ പോകുമ്പോഴേ പച്ചക്കറിയൊക്കെ മേടിച്ച് ഈ ബാഗിനകത്ത് നന്നായിട്ട് കൊള്ളുവേ. അപ്പൊ അടിഭാഗം മറ്റേ ഇത് കൊള്ളുമ്പോഴത്തേക്കുണ്ടല്ലോ ഉരുകുന്നു. ഒരു ദിവസം ഉരുകി. എന്തായിരുന്നു നമ്മുടെ ഉരുകിപ്പോയത്? ചൈനീസ് ഓറഞ്ച് അല്ലേ? പണവള്ളി പോയപ്പോ ചൈനീസ് ഓറഞ്ച് നമ്മുടെ മലേഷ്യയിലെ അവന് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ആ ഓറഞ്ചൊക്കെ ഉരുകി നല്ല വെന്തിരുന്നു ചെന്നപ്പോഴത്തേക്കും. അതായിരുന്നു. അപ്പൊ വീണ്ടും നമ്മുടെ ഇതിനകത്തോട്ട് വരാവേ. പുളി പിഴിഞ്ഞൊഴിക്കാം. കൈയൊക്കെ ഞാൻ കഴുകിയതാട്ടോ. പുളിയും കൂടെ ആവശ്യത്തിന് പിഴിഞ്ഞൊഴിച്ചിട്ട്
ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് തിളപ്പിച്ചിട്ട് കടുക് വറക്കുന്നു. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. എല്ലാം ചേർത്തു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തിളപ്പിക്കാം. എല്ലാം മതി, എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇവനെ തിളപ്പിച്ചിട്ട് കടുകും വറുത്ത് ഒഴിക്കുന്നു. അത്രേ ഉള്ളൂ സാമ്പാർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ സാമ്പാർ വെക്കുന്നേ. അറിയാത്ത ചോദിച്ചവരോടാ പറയുന്നത് കേട്ടോ. സാമ്പാറൊക്കെ എല്ലാം കുറെ ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്. അപ്പം എന്റെ സാമ്പാർ ഇതാണ്. ഞാൻ കടലക്കറി വെക്കുന്ന എങ്ങനെയെന്നും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നല്ലോ. ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ കമന്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി ഞാൻ കടലക്കറി വെച്ചു, അടിപൊളിയായിരുന്നു ചേച്ചി വെച്ച പോലെ തന്നെ. ഭയങ്കര സന്തോഷം കേട്ടോ അത് കേട്ടപ്പം. അപ്പൊ നമുക്കിനി ബാക്കി ഇതിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ സാമ്പാർ തിളച്ചു. നമുക്ക് കടുക് വറുത്തേക്കാം. കടുക്, മുളക്, കരിവേപ്പില, ചെറിയ ഉള്ളി ഇത്രയും കൂടെ ഇട്ട് കടുക് വറുക്കാം. അപ്പൊ അത് വറുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവേ. കണ്ട നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല സാമ്പാർ എങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അധികം കഷ്ണമൊന്നുമില്ല. നമ്മുടെ കപ്പളങ്ങ, തക്കാളി ഇല്ലെങ്കിൽ ഈ കപ്പളങ്ങ മാത്രമാണേലും നല്ല സാമ്പാർ കിട്ടും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. സാമ്പാറിൻ്റെ ഒക്കെ വെച്ചു. അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു നമ്മൾ സാമ്പാർ വെച്ച കേട്ടോ. അതായത് ദോശയ്ക്ക്. അതിന് നമ്മൾ ഉച്ചയ്ക്ക് എടുക്കത്തില്ല, അതിന് രാത്രി എടുക്കും കേട്ടോ. ഇടയ്ക്കൊരു ഇടവേള വേണ്ടേ? അല്ലെങ്കിൽ ചിലപ്പോൾ ചേട്ടനാണേലും പറയത്തില്ല, ഇന്ന് രാവിലെ എടുത്തു ഉച്ചയ്ക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഞാന് മത്തി വാങ്ങിച്ചായിരുന്നേ. അപ്പൊ മത്തി ചെറുതായിട്ട് കുഞ്ഞു മത്തിയാണ്, അതിനെ ചെറുതാക്കി കഷ്ണിച്ചു. നമുക്കിന്ന് മത്തിപ്പീര വെക്കാം. മത്തിപ്പീരയ്ക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങായ, ഇത് കാന്താരി ഉണ്ടേ നല്ല ഒന്ന് ചതച്ചിടുവാണെങ്കിൽ. പക്ഷെ നമുക്ക് കാന്താരി ഇല്ല. ഒരു മുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തെ കാന്താരി കണ്ട ചിരിച്ച് പണിതിരി ഇത്രയായിട്ട് നിപ്പുണ്ട്. കാന്താരി ഉള്ളവരെന്നാ നമുക്ക് തരുമോ? അതുമില്ല. നമ്മുടെ ജീനാടെ വീട്ടിലും ജോമാടെ വീട്ടിലും ഒക്കെ കാന്താരി ഉണ്ട്. നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. പാവം, അവരൊക്കെ ദൂരെ കിടക്കുന്ന ആൾക്കാരാട്ടോ. നമ്മുടെ വ്ലോഗിനകത്തൂടെ കാണുന്നതായിരുന്നു. അവരെങ്ങനെ നമുക്കിവിടെ കാന്താരി തരുന്നത്? പിന്നെ ജോമായിക്ക് വേണേ നമുക്ക് തരാം. അവളിവിടെ കഞ്ഞിക്കുഴിയിലുള്ള. അവളിതുവരെ തന്നിട്ടില്ല എനിക്ക്. എന്താണേലും സാരമില്ല, പാവങ്ങൾ എല്ലാം വെച്ച് പിടിപ്പിച്ച് അവനവന് ആവശ്യത്തിനെങ്കിലും അവർക്കെങ്കിലും എടുക്കാലോ. നമുക്ക് തന്നില്ലല്ലോ അല്ലേ? കാണുമ്പോ രസമല്ലേ? അപ്പൊ നമ്മൾ കഥ പോയിട്ട് കാന്താരി നമുക്കില്ല. ഇപ്പൊ ഏതായാലും ഞാൻ പച്ചമുളകിനെ, നമുക്ക് പച്ചമുളകല്ലേ ഉള്ളത് നമ്മുടെ ചെടിയല്ലേ? പിന്നല്ലാതെ നമ്മുടെ പച്ചമുളകിനെ എടുത്ത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് അല്ല മിക്സിയിലിട്ട് കിറുവൊക്കെ ചെയ്യാവുള്ളൂ. പിന്നെ തേങ്ങാക്കിറ് തന്നെ വെച്ച് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരെണ്ണം കിറ് വെച്ചപ്പോ ആ തേങ്ങയും കൂടെ കിറ് വെക്കാൻ മേലായിരുന്നോന്നുണ്ട് ചോദിച്ചു. സത്യമാ പറയുന്ന എല്ലാം സത്യമാ. അപ്പൊ ഞാൻ ഇന്ന് കിറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് പുളി, ഇതെന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തരുന്ന കേട്ടോ. കിടങ്ങറ രണ്ടാമത്തെ ചേച്ചിയുടെ വീട്. ചേച്ചി അവിടെ അവർക്ക് കുഞ്ഞൊരു പുളിയുണ്ട്. എനിക്കും മൂത്ത ചേച്ചിക്കും പുളി തരും. ആ കാര്യത്തിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇതെല്ലാം കൂടെ ചതച്ചിട്ട് ചെറിയ ഉള്ളിയും കൂടെ വേണേ. എല്ലാവർക്കും അറിയാലോ അല്ലെ? ഞാൻ വെക്കുന്ന എങ്ങനെയാന്ന് കാണിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കരിവേപ്പില ഇട്ട് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് അരപ്പുണ്ട്, അതുകൂടെ കഴുകി എടുത്തോണം കേട്ടോ. നമ്മുടെ തേങ്ങയുടെ ഒക്കെ ഇത് കാണും ഇതിനകത്ത്. നമ്മുടെ തേങ്ങയ്ക്കൊക്കെ നമുക്ക് നല്ല ഇതല്ലേ. പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇടാവേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്കറിയാലോ. കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ലതായിട്ട് ചേർത്ത് അങ്ങോട്ട് അവനെ അമക്കി അങ്ങോട്ട് വെക്കാം. ഇച്ചിരി വെള്ളം കൂടുതൽ വേണേ എനിക്കല്ലെങ്കിൽ എന്തോ പോലെ. എന്നാന്നറിയാവോ? നല്ലതായിട്ട് വേഗണ്ടേ. അപ്പം അങ്ങോട്ട് അമക്കി വെച്ചിട്ട് നമുക്ക് അവനെ അങ്ങ് അടുപ്പ് കത്തിച്ച് അടച്ചങ്ങ് വെച്ചേക്കാം. വെച്ചിട്ട് വരാം. അപ്പോഴേ മീൻ പീര ആവുമ്പോഴത്തേക്കും ഞാനേ ഫ്രിഡ്ജിനകത്തൊക്കെ ചെന്നപ്പം നമ്മുടെ പയറെന്നൊക്കെ കുറച്ച് പയറൊക്കെ കിട്ടിയേ. പയർ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടെ
കിട്ടി. കുറച്ച് വെണ്ടയ്ക്കായും കിടപ്പുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടൊരു മെഴുക്കുവരട്ടി നമുക്കങ്ങ് വെച്ചേക്കാം. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഇനിയിപ്പം ചക്കക്കുരു മാങ്ങയും നാളെ ആക്കാന്ന് വെച്ച്. അപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലും കറി വേണ്ടേ? ഇന്നത്തെ കൊണ്ട് തീരുവോ ദിവസം? അപ്പൊ ഇന്ന് പുളിശ്ശേരി ഉണ്ട്, മീൻപീര ഉണ്ട്, മത്തി വറക്കാനും വെച്ചിട്ടുണ്ടേ. മത്തി നമുക്ക് വറക്കണ്ടേ? വറക്കാനും വെച്ചിട്ടുണ്ട്. ഇതപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം അല്ലേ? അത് അവിടെ ഇരുന്ന് ഇതായിക്കോളുമല്ലോ, മൂത്തോളുമല്ലോ, സമയം കളയണ്ടല്ലോ. വെച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത അതും അവിടെ ഇരുന്ന് മൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്കോരട്ടിയുടെ അരിഞ്ഞോണ്ട് നമുക്ക് വരാം. അരിഞ്ഞോണ്ട് വന്നിട്ട് നമുക്ക് അതിനെയും കൂടെ അടുപ്പത്തിടാവേ. അപ്പൊ നമ്മുടെ മീൻപീരയൊക്കെ നമുക്ക് പറ്റി എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതിന്റെ ഇടയ്ക്ക് മെഴുക്കോരട്ടിയും ഞാൻ അടുപ്പത്താക്കി കേട്ടോ. ഇച്ചിരി പറ്റാനുണ്ട്. ഉപ്പ വല്ലതും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണ്ടേ പറ്റുന്നതിന് മുമ്പ്? എല്ലാം ഉണ്ടേ, ഒന്നും ഇട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. ചിലപ്പോ ഒരു 10 പ്രാവശ്യം ഇട്ട് കൊടുത്താലും ശരിയാവത്തില്ല. ഇന്നായാലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പറ്റിയാ മാത്രം മതി. അപ്പൊ മത്തിപ്പീര എല്ലാരും പഠിച്ചല്ലോ, അറിയാൻ മേലാത്തവരൊക്കെ. ഇത് നമ്മള് മത്തി വറുക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ചു വെച്ചേക്കാം ഇവിടെ തെറിക്കാതിരിക്കാനേ. ഇത് മെഴുക്കോരട്ടി ആവുന്നേ ഉള്ളൂ, പതുക്കെ ആവട്ടെ. ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെള്ളം എടുത്ത് കുടിച്ചോട്ടോ. എടുത്തോർണോ? അപ്പൊ ഇതുകൂടെ വെന്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് അത് ഇതൊക്കെ ചോദിച്ചിടാൻ നോക്കട്ടെ കേട്ടോ. അതിന്റെ ഒക്കെ ഉത്തരങ്ങളൊക്കെ നോക്കി പറയാം. പിന്നെ നമ്മുടെ ബീന സന്തോഷ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്കൊരു ഹായ് തരണമെന്ന്. ചേച്ചി തന്നെ അല്ലാതെ ചേട്ടനെയും കൂടെ നിർത്തിക്കൊണ്ട് ഞാനൊരു ഹായ് തരാം കേട്ടോ. ചേട്ടനെ വിളിക്കാം, ഹായ് തരാം. വരുവേ, വിളിക്കാം. ഇവിടെ എന്തോ പരിപാടിയിലാണ്. എന്നിട്ട് ഞാൻ തരത്തുള്ളൂ കേട്ടോ. ബീനക്കുട്ടി എന്റെ ആദ്യം തൊട്ടേ എന്റെ ഇതിനകത്തോ വരുന്നതായിരുന്നു. എനിക്ക് കമന്റ് ഒക്കെ ഇടുന്നതായിരുന്നു. എന്റെ ചിരിയുടെ ഇത് മനസ്സിലായല്ലോ ബീനക്കുട്ടിക്ക്. എന്റെ കൂട്ടുകാരിയായിട്ട് ഇപ്പൊ എന്റെ കൂട്ടുകാരിയാണ്. എല്ലാ വീഡിയോയും കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാ വീഡിയോയും കാണണേ. പിന്നെ ആരാ? പിന്നൊരു വലിയ കാര്യമുണ്ട്. ഞാൻ ഇന്നലെ സമാജത്തിന്റെ ഇവിടെ പോകുന്നെന്ന് പറഞ്ഞില്ലേ? അപ്പം നമ്മുടെ സമാധിയായിരുന്നല്ലോ ഇന്നലെ. അപ്പം നമ്മൾക്കൊരു പ്രീത ഹരി, ദൈവമേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. മന്നത്ത് പത്മനാഭൻ ആചാര്യന്റെ കൊച്ചുമകളെ നന്ദു. എന്താണേലും അടിപൊളി ബന്ധം. അമ്മയുടെ പിന്നെ പറയുന്നത് നോക്കിയിട്ട് പറയാവേ. അത്ര ഞങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നേ, അമ്മയുടെ അപ്പൂപ്പൻ നല്ലതേ. അമ്മയുടെ അപ്പൂപ്പന്റെ കൊച്ചുമോള് അങ്ങനെ പറഞ്ഞു. അമ്മയുടെ അപ്പൂപ്പന്റെ കൊച്ചുമോളെന്നല്ലേ പ്രീത പറഞ്ഞേ? ഞങ്ങളെ തല്ലിക്കൊല്ലല്ലേ? ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് നോക്കാം കേട്ടോ. അമ്മയുടെ അപ്പൂപ്പന്റെ കൊച്ചുമോളെന്നാ പറഞ്ഞേ. അപ്പൊ നമ്മുടെ ബീന സന്തോഷിന് നമുക്ക് രണ്ടും കൂടെ ഒരു ഹായ്, ബിഗ് ഹായ് കേട്ടല്ലോ. ഇനി എല്ലാവർക്കും മൊത്തമായിട്ട് ഹായ് ഉണ്ട്. പ്രത്യേകം ചോദിക്കുന്നവർക്ക് പ്രത്യേക പേര് വിളിച്ച് പറയുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പ്രീതാഹരിയെ ഞാൻ ചേട്ടനെ കാണിച്ചില്ലായിരുന്നു. ഒരു സുന്ദരി കുട്ടി കേട്ടോ ഫോട്ടോയില്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടനോട്, ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും കേട്ടോ. അങ്ങനെ ഓരോരുത്തരും നമ്മുടെ സ്ഥലത്തിന്റെയും കൂടെ പേരിടുവാണെങ്കിലേ, നമ്മുടെ ഇല്ലേ ഉഗാണ്ടേന്നും ഇസ്രായേലിനും ചേട്ടനെല്ലാം മെസ്സേജ് നോക്കുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട്, എല്ലാവരുടെയും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കമന്റ് വായിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നൊരു ദിവ്യ ജിജി ചേച്ചി, ഒരുപാട് ആൾക്കാരായി, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാടായി. നമ്മള് എങ്ങനെ ഒരു മില്ലിൽ നിന്ന് എത്തിച്ചേക്കണല്ലോ. ഞങ്ങള് വിചാരിച്ച ഒന്നും നടക്കത്തില്ല, നിങ്ങളൊക്കെ വിചാരിച്ചാലേ നടക്കത്തില്ല. ആര് വീഡിയോ ചെയ്താലും നമ്മുടെ പ്രേക്ഷകരില്ലെന്നുണ്ടെങ്കിൽ വീഡിയോയിലും ഇല്ല, ഒന്നുമില്ല, സബ്സ്ക്രൈബറും ഇല്ല, ലൈക്കും ഇല്ല, കമന്റും ഇല്ല, ഒന്നുമില്ല. ആര് വീഡിയോ ചെയ്താലും പ്രേക്ഷകരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അജി ചേച്ചി
അജി ചേച്ചി അറിയാലോ, ഞങ്ങളുടെ മൂത്ത ചേച്ചിയാണ് അജിത നായർ. ചേച്ചിയും കൂടി ഒന്ന് റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പറയുവാണ്, ഞാൻ പറയുവാണ്, എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുവാണ്, എന്റെ പെങ്ങളാണ്, അപ്പൊ ഒന്ന് രക്ഷപ്പെടുത്തേക്കണം. കാരണം വളരെ കഷ്ടപ്പാട് കൊണ്ടാണ് ഓരോ വീഡിയോ ഇടുന്നത്. കാരണം ഇവിടുത്തെ കാര്യം ഇച്ചിരി ചൂട് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. ആലപ്പുഴയുണ്ട് കടൽത്തീരല്ലേ, ബീച്ചിന്റെ അവിടുന്ന് 3-4 കിലോമീറ്റർ ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഇതിനേക്കാൾ ഇച്ചിരിയുടെ ചൂട് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓരോ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ഇടുന്നത്. അവളെ തന്നെ പറയാൻ പറ്റുമല്ല, വേറെ നമ്മുടെ ഇഷ്ടംമാരി വീഡിയോ ഇടുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ഒരുപാട് വീട്ടമ്മ വ്ളോഗ്സ്, സുപ്രിയ ഉണ്ട്, മിനി, ശ്രീദേവി കുമ്പിളി. അപ്പൊ അവരെയൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് പ്രേക്ഷകരായ നിങ്ങള് ഒന്ന് രക്ഷപ്പെടുത്തി വിടണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണല്ലോ. ഞാനൊന്നും പറയാനില്ല, നമ്മുടെ ബാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ്. ഇപ്പൊ പ്രേക്ഷകരില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അറിയാവുന്നവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്ത് നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയേക്കും. ഓക്കെ ഓക്കെ, എല്ലാവരും പരസ്പരം ഒറ്റ ഒരു ധാരണ നിന്നാ മതി, എല്ലാവരും ഉയർന്നു പോകാനല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും വേണ്ടി, എന്നെ തന്നെയല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേച്ചിയുടെ കാര്യം എടുത്തു പറഞ്ഞാൽ ഞാനിപ്പോ എന്താണല്ലോ എന്റെ ചേച്ചിയുടെ കാര്യം ഒന്ന് എടുത്ത് പറയുമല്ലോ. അപ്പൊ ആരും വേറൊന്നും വിചാരിക്കരുത് കേട്ടോ, എല്ലാവരുടെയും കാര്യം കൂടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ മത്തി പറ്റി കേട്ടോ, അപ്പൊ അത് നിർത്തിയേക്കാം നമുക്ക്. അതിന്റെ കാര്യമൊക്കെ ഇനി മെഴുക്കോർട്ടയും കൂടി ഉള്ളു കേട്ടോ. അപ്പൊ മെഴുക്കോർട്ടയും നമുക്ക് ഇളക്കാം, എന്നിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഊണെല്ലാം കഴിഞ്ഞ്, ഇന്നത്തെ ഉച്ചയൂണ് കാണിച്ചില്ലല്ലേ, ഞാൻ മറന്നുപോയെന്നേ നിങ്ങളെ ഉച്ചയൂണ് കാണിക്കാൻ. ഇന്ന് കറി എന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പിന്നെ നമ്മൾ ഉണ്ണെന്ന് എന്നാ കാണാനല്ലേ, സത്യം പറഞ്ഞ എന്ത് കാണാനാ. അപ്പം ഊണെല്ലാം കഴിഞ്ഞേച്ച് നമുക്ക് ഒരു വിശ്രമം എനിക്കുണ്ട് കേട്ടോ. ആ വിശ്രമവും കഴിഞ്ഞ്, വിശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഉറങ്ങുന്നില്ല, കാരണം സമയമില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കമന്റ്സിന് മറുപടി ഇടാൻ പറ്റത്തില്ല, പിന്നെന്താ വീഡിയോ എല്ലാവരുടെയും കാണാനും പറ്റത്തില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്തവർക്കും നമ്മൾക്ക് അവരുടെ വീഡിയോയും പോയി കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനപ്പോൾ അത് കാണും. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം, ഏറ്റവും വലിയ പ്രോഗ്രാം എന്നായിരുന്നു എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 11:45 അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞേച്ച് ഞാൻ നമ്മുടെ അഭിനന്ദനങ്ങൾ പറഞ്ഞവരുടെ പേരെല്ലാം എഴുതി വെക്കണ്ടേ. അതായത് ഒരു 12:45 വരെ, 12:45 1 മണി വരെ പേരെഴുതി വെച്ചു. അതുവരെ കമന്റ്സ് വന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് കമന്റ്സ് വന്നാൽ നോക്കിയിട്ടില്ല കേട്ടോ. എന്നോട് ആരും കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. 1 മണി വരെയുള്ള കമന്റ്സുകളുടെ പേരുകളാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഞാനൊന്ന് വായിക്കട്ടെ. എല്ലാവരും നമ്മുടെ ക്ലാസ്സിൽ കയറിയിരുന്നു. അറ്റൻഡൻസ് വായിക്കാൻ പോട്ടോ. അറ്റൻഡൻസ് വായിക്കുമ്പോഴത്തേക്ക് പ്രസന്റ് ചെയ്തവരുടെ, ക്ലാസ്സിൽ ഹാജരായവരുടെ പേരുകളൊക്കെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചേക്കാം അല്ലെ, കണ്ണാടി വെച്ചിട്ട് വായിച്ചാൽ മതി. അഷ്നാബ്, എന്റെ ദൈവമേ പാവ അഷ്നാബേ, എനിക്ക് പറഞ്ഞേക്കാണേ, എൻ്റെ 600 മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ കഴിഞ്ഞ് എന്നാണോ ഉയർന്നു? എൻ്റെ പൊന്നു മക്കളെ അങ്ങനെ പറയില്ല കേട്ടോ. എൻ്റെത് ഇപ്പം നമ്മളിപ്പോൾ ഉയർന്നു നിൽക്കുന്നു, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ. ഓരോ ഇത് ഇപ്പൊ ഉയർന്നെന്ന് പറഞ്ഞാൽ ആ മുടിയുടെ ഇതിന് നമ്മൾ നമ്മുടെ സത്യസന്ധമായ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം അത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഇത് വന്നു. അതുപോലെ എല്ലാവർക്കും വരും. അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത്. ഞാനിപ്പം എനിക്കാണെങ്കിലും സങ്കടമൊന്നും ഇല്ലായിരുന്നു, കാരണം ഞാൻ എപ്പോഴും പോസിറ്റീവ് ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകുന്ന ആളാണ്. ഞാൻ എപ്പോൾ യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ടിയാണ് നിങ്ങളോട് പറയുന്നത്, നമ്മൾ പുറകോട്ടൊന്നും ചിന്തിക്കരുത്, നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ ജോലി ചെയ്ത് പോവുക. അതുകൊണ്ട് ഇനി അഷ്നാബ് അങ്ങനെ പറയുന്നത് സൂപ്പർ വീഡിയോ ആണ്. എന്ത് രസമാണ് ഫ്ലവേഴ്സ് ഒക്കെ ഓരോ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് കാണാൻ. പണ്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു, സ്കൂളിൽ എന്തോ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ബനിയൻ കവറില്ലേ, അത് വെച്ച് പൂക്കൾ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ അതെങ്ങനെയായിരുന്നു തന്നെ, ഞാൻ ബനിയൻ കവറിനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ
ഈ മടക്കി മടക്കി ഇങ്ങനെ ഓരോ പീസായിട്ട് മുറിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടി ഓരോന്ന് ചുരുട്ടി അടുത്തതിനെ വെക്കുമ്പോ ഇവിടെ ചേർത്ത് വെച്ചിട്ട് വീണ്ടും അതെല്ലാം കൂടെ ചുരുട്ടി മടക്കിയിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെട്ടി ഈ ഇലയുടെ ആകൃതി ഇങ്ങനെ വെട്ടി ഒരെണ്ണം എനിക്കറിയാം കേട്ടോ. പൂണ്ട നല്ല റോസാപ്പൂ എല്ലാം വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കുമായിരുന്നേ. പിന്നെ നമുക്കറിയാലോ മടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇതങ്ങ് തീർന്നു. അപ്പം അഷ്ന നല്ല രസമുണ്ട് കേട്ടോ. ആ വീഡിയോ എല്ലാരും പോയി കാണും, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വിഷ്ണു ഹംസദിനി പുള്ളിക്കാരി ഇന്നലെ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ചാ അച്ഛന്റെ വലത് കൈ നിൽക്കുന്ന മോന് ആദ്യത്തെ ബിഗ് സല്യൂട്ട് എന്നും പറഞ്ഞാ കൊടുത്തിരിക്കുന്ന കേട്ടോ. ആദ്യത്തെ ലൈക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ ഭയങ്കര സന്തോഷം. ഇതെല്ലാം സന്തോഷം ഞാൻ പങ്കിടും എല്ലാവരുമായിട്ട് കേട്ടോ. ഇതിൽ വരാത്തവരുടെ പേരിലും ഞാൻ സന്തോഷം പങ്കിടുന്നുണ്ട്. എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല. ഗീതാ പുരുഷോത്തമൻ, ഞാൻ പെട്ടെന്ന് വായിക്കാവേ. പ്രീതി ദിലീപ്, പാവം പ്രീതി ദിലീപ് വായിച്ചപ്പോഴത്തേക്ക് മോം എന്റെ കാര്യങ്ങൾ പറയുന്ന കേട്ടപ്പോ പ്രീതിയുടെ കണ്ണ് നിറഞ്ഞു. സത്യം പറഞ്ഞ പ്രീതിയുടെ അത് വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. രണ്ടുപേരും സെയിമിപ്പിച്ചു കേട്ടോ. പിന്നെ സനിത പ്രശാന്ത്, വേഗം ഒന്ന് വായിക്കാം കേട്ടോ. ആരെയും കുറിച്ച് ഒന്നും പറയുന്നില്ലേ. വത്സൂരാം, ഉഗാണ്ടയിൽ നിന്നാട്ടോ. എന്റെ ദൈവമേ, എനിക്ക് ഉഗാണ്ടയിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടോ ഈശ്വര. പിന്നെ നാരങ്ങ മിഠായി, അങ്കമാലി രുചികൾ. ആ ചേച്ചിയുടെ ചേട്ടൻ്റെയും കാര്യം. ചേട്ടനാണ് എപ്പോഴും കൊതിപ്പീര ആഹാരം കഴിച്ച്, ചേട്ടൻ്റെയും ചേച്ചിയും കൂടെ. പിന്നെ നൂര വ്ളോഗ്, വിജിനി ബിജു, ദേവിക ഉണ്ണി, ആതിര ജോൺ. തെറ്റുണ്ട ക്ഷമിക്കണം. ഇറ്റ്സ് ഡ്യൂഡ് പണ്ട് തൊട്ടേ എന്റെ വ്ളോഗ് കാണുന്ന മോളാണ് ഇറ്റ്സ് ഡ്യൂഡ്. പിന്നെ അഞ്ജന അനീഷിനെ കാണുന്നില്ല, എനിക്കറിയത്തില്ല എവിടെ പോയെന്ന്. ശ്രീജ പുത്തൂർ, ബി ഇൻജോ, അഭി എന്താ അറിയാലോ, എന്നെ പറ്റിച്ചു, സാമ്പാർ കൂടി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട്. ദിവ്യ മോഹൻ സോമൻ, ദിവ്യ സോമൻ എന്നെ അറിയാവോ, ജിജി ചേച്ചി എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇട്ടേക്കുന്നത് ഭയങ്കര സന്തോഷം കേട്ടോ. എന്നെ അറിയാവോ, ഇതിൽ കൂടെ ഉള്ള പരിചയമാണോ, ഇനി എന്നെ അറിയാവുന്നവരുമല്ലോ, ഒന്ന് കമന്റ് ചെയ്യണം എല്ലാവരും, അവരുടെ പ്ലേസും കൂടെ. എനിക്ക് ഗമ കാണിക്കാൻ എല്ലാവരോടും പറയാനാ. എന്നെ ഇസ്രായേലിൽ നിന്ന്, എന്നെ ദുബായിൽ നിന്ന്, എന്നെ USA നിന്ന്, എന്റെ ഫ്രണ്ട്സിനോട് ഇവിടെ ഉള്ളതല്ലോ എല്ലാവരോടും ഇച്ചിരി ഗമയൊക്കെ അടിക്കണ്ടേ. അതിനാ കേട്ടോ പ്ലേസ് ഒന്നിടണേ. കുട്ടനാടൻ വ്ളോഗ്സ്, സുപ്രിയ, ശ്രീകുട്ടി, സ്മൃതി രാജേഷ്, ബീഗംസ് കിച്ചൺ, രാധാ നായർ. രാധാ നായരുടെ പ്ലേസ് എവിടാന്നൊന്ന് പറയണേ. ഗീതാജി നായർ ആണെങ്കിൽ അച്ഛന്റെ ഇത് പറഞ്ഞപ്പം ഭയങ്കര സങ്കടമാണ്, കണ്ണൊക്കെ നിറഞ്ഞെന്ന് കേട്ടോ. രഞ്ജി KP, ഡി ഫോർ ഡൈൻ, പ്രേമകുമാരി P. ഓക്കെ. പിന്നെ സരസ്വതി ഗോവിന്ദശ്രീ, ബെൻസി ദേവ എപ്പോഴും ഉള്ളതാണ്. ശ്രീജൂസ് കിച്ചൺ അറിയാമല്ലോ, ഈ അമ്മി കിച്ചണിലോട്ട് സ്വാഗതം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പറയുന്നതൊക്കെ. തിരക്കായിട്ടും പുള്ളിക്കാരി അമ്പലത്തിൽ എന്തോ തിരക്കൊക്കെ ആയിട്ട് വീഡിയോ 2-3 കണ്ടില്ല. പാവം, എന്ത് സ്നേഹം ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ. എന്നിട്ട് പിന്നെ കണ്ടോളാന്ന് പറഞ്ഞു കാണാൻ തുടങ്ങി എന്നൊക്കെ. പന്നിഷ സ്ലോഗ്, ഹേമലദാസ് അടുക്കള, നന്ദന ഗാർഡൻ, പ്രീത ഹരി, ദേവീസ് വ്ലോഗ്. ഇപ്പൊ തന്നെ 36 പേരുടെ വായിച്ചു. 37 ഹെവൻലി ഫാമിലി, ഹരികാസ് വ്ലോഗ് എന്നാണോ, അതെ. ദിൻചു, വിസ്മയ ലോകം, പ്രീത ഹരി 2-3 പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അനന്തകൃഷ്ണൻ, അത് അനന്തകൃഷ്ണൻ മോനെ ചക്കര എന്റെ മൂത്ത മോന്റെ ഫ്രണ്ടാണ്, നമ്മുടെ വീട്ടിൽ വരുന്ന കേട്ടോ. അന്ന് വന്ന കൂട്ടത്തിൽ ആ ഫോട്ടോ ഇവരുടെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രമിള നായർ, സുനിത സുധീർ, ഷിജു, ഉഷ രാജശേഖരൻ, വിഷ്ണു ഹംസധ്വനി. 10 കൈയിൽ ഞാനും കേക്ക് തിന്നാനുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് ഈ പറയുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. അജിത നായർ വെറൈറ്റി ആരാന്നറിയാലോ, എന്റെ ചേച്ചി, അവക്കൊരു ഉമ്മ. അനുരാജ് രാജേഷ്, ജിൻഡോ റോയി, വീട്ടമ്മ വ്ളോസ്, ജിഷ ജോർജ്, എല്ലാവർക്കും ഉമ്മയുണ്ട് കേട്ടോ. അനിത് ചന്ദ്രൻ, രാമീസ് ടേസ്റ്റി കിച്ചൺ, രാധാമണി യശോധരൻ, ബിജി സജീവൻ, രസിക പൊന്നു, ബിജീസ് കിച്ചൺ, അമൃത കാർത്തികേയൻ, മഞ്ജു ഷാജി, പാത്തൂസ് ട്രാവൽ, മോനായിസ് കിച്ചൺ, ഹിബ ഫാത്തിമ, മഞ്ഞുതുള്ളിക, സത്താർ സബി, ഞാൻ ഉദ്ദേശിച്ച സത്താറിന്റെ വൈഫ് സബിത അല്ലേ. മിനീസ് ലിറ്റിൽ വേൾഡ്, ഗൗരി, വത്സ കിച്ചൺ, ആരോൺ ജോർജ് കോശി, സുനിത കിച്ചൺ. 70 ഇനി 71 എവിടാ നോക്കട്ടെ.
മഞ്ജു രാജീവ്, സരസ്വതി സരയു, മിനി ശ്ലോക, വത്സല കുമാരി, ഗീതാ കുമാരി, ഗീതാ മോഹൻ, സുധീഷ് ഗോപി, സിന്ധു രാജൻ, രഘുനാഥ്, അതാരാന്നറിയാലോ എന്റെ ചേട്ടൻ, ഐച്ചേച്ചിയുടെ ഹസ്ബൻഡ്, ഫിസ മറിയം, അൺനോൺ ബുഡ്ഡി, സിബി, ഗോപി, ഗോപികാസ് റിജി, അത് മോന്റെ ഫ്രണ്ടാ കേട്ടോ, മോന്റെ ഫ്രണ്ടാണ്. അംബിക സി കെ, പ്രജിത്ത് നമ്പ്യാർ, പ്രജിത്തെ അത് മൂത്ത മോന്റെ ഫ്രണ്ടാ കേട്ടോ മോനെ, താങ്ക് യു. ശില്പ് ഷിബിലേഷ്, ഡെയിലി വയോമിയോ, WYOMING, ട്രിപ്പിൾ വ്ലോഗർ, സിനോജ് KM, അപർണ രഞ്ജിത്ത്, ബീന സന്തോഷ്. ബീന സന്തോഷിന് ബിഗ് സല്യൂട്ട്. അല്ല ഇത് തന്നിട്ടുണ്ട് കേട്ടോ, ഹായ്. ഇപ്പൊ 91 92 എവിടാ നോക്കട്ടെ. കുട്ടനാടൻ ബ്ലോസ്, ബിന്ദു സുരേഷ്, അയന നമ്പ്യാർ, അത് മോന്റെ കൂട്ടുകാരിയാ കേട്ടോ. ശൈലജ അജിത്ത്, അമ്പിളി CP, വിജയലക്ഷ്മിക്ക് അതെന്റെ ചേച്ചിയാട്ടോ. രാധാ നായർ, അല്ല രാധാ നന്ദു, പിന്നെന്നായിരുന്നു രംഗായോ അതാന്ന് തോന്നുന്നു കേട്ടോ. ജോമാസ് വെൽഡ, ഗീത രാമദൻ ആണോ രമദനോ എന്തോ ആണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് എഴുതിപ്പോ ക്ഷമിക്കണേ. കവിത ഷബു, വിമല മോഹൻ, അതെന്റെ ഭയങ്കര ഫ്രണ്ടാ കേട്ടോ. ഷീബ ബാബു, സബിത സെരുകോട്ടേജ്, ദീപ്തി ഹരികുമാർ, മിനി മോഹൻ, സുമ പ്രസാദ് എന്നോട് ചോദിച്ചേക്കുന്നു. സുമപ്രസാദാന്ന് മറന്നോ എന്നെ? ഞാൻ ഒരിക്കലും മറക്കുമല്ലോ കേട്ടോ. ഇപ്പൊ ഒത്തിരി പേരുടെ പേര് വരുന്നോണ്ട് നമുക്ക് എല്ലാവരുടെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ കേട്ടോ. പിന്നെ തിരക്കായിട്ടും ഇപ്പോഴാണ് അല്ല സോറി, പ്ലാന്റ് ലവേഴ്സ്, ഉഷ സാബു, ഉമാദേവി, സാലു 111 111 എങ്ങോട്ട് എഴുതി വെച്ചേക്കുന്നേ, 112. ഷാജി AK, സുധാ മുരളി, സിബി, ദേവനന്ദൻ ബിജു, മിനി മോഹൻ 116 117, ദിവ്യ അനു, അത്യത് കലാമോഹൻ കേട്ടോ. അത്യതെന്ന് കിടന്നിട്ട് ഞാൻ വേറെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ കലാമോഹൻ, ഉണ്ണികൃഷ്ണൻ നായർ, സജിത അനിൽകുമാർ, കലാശ്രീ, ഓഹോ ചേച്ചേ, ഉമാദേവി, ബിന്ദു സുരേഷ്, ജയകുമാർ, ബിന്ദു വി, വത്സുരാം, ജോയിസ് മാത്യു, പിന്നെ ഷീല സിബി 128 129 എവിടെ നോക്കട്ടെ. ദീപ KM, സുശീല കെയൊക്കെ ആദ്യം തൊട്ട് എന്റെ ഉള്ള. ഇത്രയും ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഇത്ര ആൾക്കാർക്ക് മാത്രമല്ല, ഇത്രയും പേര് കമന്റ് 1 മണി വരെ കണ്ട കമന്റുകളാണ്. ഒരെണ്ണം മുടക്കാതെ ഞാൻ എഴുതി വെച്ച കമന്റ് എന്ത് പാടിയാൻ പെട്ടിട്ടുണ്ടെന്ന് ഓർത്തേക്ക്. എന്റെ എന്റെ യൂട്യൂബിലുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ മൊത്തം യൂട്യൂബിലെ ആൾക്കാർ തന്നെ അല്ല കേട്ടോ, അടുത്ത ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ചെയ്യണം. കാരണം യൂട്യൂബിൽ ഇല്ലാത്തവർ അവരെന്ത് കഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ കാണുന്നു. അപ്പൊ ലെന്ത് ഞാൻ കുറച്ച് ശ്രമിച്ചോളാം കേട്ടോ. ഒരു ദിവസം മാത്രം 51 എങ്ങാണ്ടായി, സോറി, വളരെ സോറി. അപ്പൊ ഇത്രയും പേർക്ക് എന്റെ ഭയങ്കരമായിട്ട് അഭിനന്ദനങ്ങൾ. എനിക്ക് തീരാത്ത കടങ്ങളാണ് നിങ്ങളുമായിട്ടുള്ളത് കേട്ടോ. സത്യം ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഇത്രത്തോളം എത്തിച്ചത്. ഇതുപോലെ എല്ലാ നമ്മുടെ യൂട്യൂബേഴ്സിനെയും ഇതുപോലെ എത്തിക്കണം കേട്ടോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ടു. നമ്മൾ സത്യം പറഞ്ഞാൽ എന്ത് പാടാപ്പെടുന്നതെന്നോ. നമ്മളെല്ലാവരും പറയും എല്ലാവരും ടൈം പാസിനാ. ഞാൻ ടൈം പാസിന് തന്നെ അല്ല കേട്ടോ, എനിക്ക് ടൈം പാസ് തന്നെ അല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ചേട്ടന് എൻ്റെ ഇത് വരുമാനം കിട്ടുമ്പം എനിക്കൊരു ഭയങ്കര ഒരാഗ്രഹമാണ് എൻ്റെ ചേട്ടൻ്റെ കൈക്കൊണ്ട് ആ പൈസ കൊടുക്കുന്നത്. കൊടുക്കുമല്ല, ഇവിടെ അല്ലേ ചേട്ടൻ നിൽക്കുന്നത്. അപ്പൊ കൊണ്ട് ചേട്ടാ എൻ്റെ വന്നു കഴിയുമ്പോൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയെന്നും പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ചെല്ലുക, നോക്കുക, ഡോളർ നോക്കുക, വീണ്ടും എടുക്കുക, ഡോളർ നോക്കുക. ഇതല്ലേ നമ്മുടെ യൂട്യൂബേഴ്സിന്റെ പരിപാടി അല്ലേ. അപ്പം നമ്മുടെ ചെറിയ ആൾക്കാരുടെ പരിപാടി കേട്ടോ. വലിയ ആൾക്കാർ അങ്ങനൊന്നും നോക്കത്തില്ല. അവർക്കറിയാലോ അവർക്ക് ഇത്രത്തോളം കിട്ടുമെന്ന്. അപ്പൊ ആ ഒരു ലക്ഷ്യമാണ് ശരിക്കും എനിക്ക് ഉള്ളത് കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റ 5 പൈസയ്ക്ക് എന്നോടൊരു കണക്ക് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഞാൻ അതുപോലെ ചെലവാക്കത്തുള്ളൂ. ഇന്നും
എൻ്റെ അടുത്ത് ഞാനാണ് ചെലവാക്കുന്നത് കേട്ടോ. അപ്പം എനിക്കൊരു ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ളത്, ചേട്ടനെ കൊണ്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ആൾക്കാരെ എല്ലാം എനിക്ക് ഇങ്ങനെ അവർക്കും ഒരു ട്രീറ്റൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നോണ്ടാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് ഒരു സങ്കടമുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ, നമ്മളെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരിലെ ആരെങ്കിലും നമ്മുടെ ഇവിടെ കൂടെ വരുവാണെങ്കിൽ എനിക്ക് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. എന്താന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് നിർത്തിയേക്കാം. ഇനി ഒത്തിരി കമന്റ്സിനൊക്കെ മറുപടി ഇടാൻ കിടപ്പുണ്ടെന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഞാൻ പുറകോട്ട് പഴയ വീഡിയോയിലോട്ട് ഞാൻ കമന്റ് വീണ്ടും പോകാറില്ല കേട്ടോ. അതുകൊണ്ട് കമന്റ് വല്ല സംശയം ചോദിക്കണം പുതിയ അന്നിടുന്ന വീഡിയോയിൽ, അതായത് ഇന്നിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും കമന്റ് ഇട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എനിക്ക് പ്ലേസും കൂടെ എഴുതുക, എനിക്ക് ഗമയടിക്കാനാ. എന്നെ അതാ സൗദി ചേട്ടനായിരുന്നോണ്ട് ഇതില്ല, USA തന്നെ 3 പേരുണ്ട്. അവരൊക്കെ ഇങ്ങനെ മിനി ചേച്ചി ഒരു മിനി ലിറ്റിൽസ് വേർഡ്, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം പേരും പ്ലേസും കൂടെ എഴുതണം കേട്ടോ. വീഡിയോ നീണ്ടു പോകുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ. ടാറ്റാ.